ശ്യാം, ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നു. 27 NDPS 27 29 വകുപ്പുകൾ എങ്ങനെ വിശദീകരിക്കാം? അല്ല, പിന്നെ അങ്ങനെ ചോദിച്ചു കൊടുക്കും മോണെ. പോലീസുകാരെ കണ്ട് പേടിച്ചു കൊടുത്ത പോലീസുകാരെ മനസ്സിലില്ല, അവർ ഗുണ്ടകളാണെന്നാ കരുതി എന്ന് പറയുന്നത്. എന്തായാലും 10 കൊല്ലം വരെ തടവ് കിട്ടാൻ കഴിയുന്ന ഒരു കേസിലാണ് ആളെ പെടുത്തിയിട്ടുള്ളത്. മുടിയും സ്രവവും ഒക്കെ ഊരിക്കൊണ്ടേയിട്ടുണ്ട്. എന്തിനാ? പരിശോധനയ്ക്കാ. നഖം കൂടി അങ്ങ് കൊണ്ടുവരുന്നില്ലേ, എന്നിട്ടൊക്കെ കണ്ട് കണ്ടെത്തായിരുന്നില്ലേ എന്നുള്ളതാ ചോദ്യം. ഓക്കെ, അപ്പോ ഇയാളെ പിടിക്കപ്പെട്ടിട്ടുള്ളത് എന്താ വെച്ചാൽ ലഹരി കൈവശം വെച്ചത് കൊണ്ടല്ല, ലഹരി ഇടപാടുകൾക്ക് പണം കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ആൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ജാമ്യമില്ലാ വകുപ്പാണ്, അതൊരു തമാശയുള്ള വകുപ്പാണ്. ജാമ്യമില്ലാത്ത വകുപ്പ് ഏതാ ഉള്ളത്? ആളുകളെ കൊല വിളിച്ച ആളുകൾക്ക് പോലും വീണ്ടും ജാമ്യം കിട്ടുന്നു. ജാമ്യത്തിലിറങ്ങി വീണ്ടും ആളുകളെ തീർത്ത് വീണ്ടും കയറുന്നു, പരോളിലിറങ്ങി വീണ്ടും തീർക്കുന്നു. അങ്ങനെ വലിയ കലാപരിപാടിയൊക്കെ ഉള്ള നാടാണ് നമ്മുടെ നാട്. അതോ സാധാരണക്കാർക്ക് അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ